PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പ്രധാനമന്ത്രി അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രിസഭ എന്ന് പറയുന്ന രണ്ടും കൂടെ നമ്മൾ ഒരുമിച്ചാണ് പഠിക്കുന്നത്. പ്രധാനമന്ത്രിയും കേന്ദ്ര മന്ത്രിസഭയും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രധാനമന്ത്രിയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം എത്രയാണ്? ആർട്ടിക്കിൾ 74. ആർട്ടിക്കിൾ 74 പ്രധാനമന്ത്രിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പം നമ്മൾ പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞു എന്താണ്? ദർ ഷാൽ ബി എ പ്രസിഡന്റ് ഇൻ ഇന്ത്യ എന്നാണ് പറയുന്നത് അല്ലേ. അതായത് ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കും എന്ന് പറയുന്നു. പക്ഷേ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ പറയുന്നത് അങ്ങനെയല്ല. അതായത് നമുക്ക് ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രി വേണം എന്നുള്ള രീതിയിലല്ല പറയുന്നത്. രാഷ്ട്രപതിയെ സഹായിക്കുവാനും ഉപദേശിക്കുവാനും പ്രധാനമന്ത്രി തലവനായിട്ടുള്ള ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം എന്നാണ് അവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ പ്രധാനമന്ത്രിയെ കുറിച്ച് അത്ര ഊന്നൽ നൽകി അല്ലെങ്കിൽ ഒരു പ്രാധാന്യം നൽകി അവിടെ പറയുന്നില്ല. ഭരണഘടനയിൽ എങ്ങനെയാണ് പ്രധാനമന്ത്രിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? രാഷ്ട്രപതിയെ സഹായിക്കുവാനും ഉപദേശിക്കുവാനും പ്രധാനമന്ത്രി തലവനായിട്ടുള്ള ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം എന്ന് പരാമർശിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 74 എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ പ്രസിഡന്റിനെ കുറിച്ചിട്ടാണെങ്കിലും വൈസ് പ്രസിഡന്റിനെ കുറിച്ചിട്ടാണെങ്കിലും ഗവർണറിനെ കുറിച്ചിട്ടൊക്കെ ആണെങ്കിലും പറയുന്നത് എങ്ങനെയാണ്? ദർ ഷാൽ ബി എ പ്രസിഡന്റ്, ദർ ഷാൽ ബി എ വൈസ് പ്രസിഡന്റ്, ദർ ഷാൽ ബി എ ഗവർണർ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ പ്രധാനമന്ത്രിയുടെ കേസിൽ മാത്രം രാഷ്ട്രപതിയെ സഹായിക്കുവാനും ഉപദേശിക്കുവാനും പ്രധാനമന്ത്രി തലവനായുള്ള ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം എന്നാണ് പരാമർശിക്കുന്നത്. ഓക്കെ, പക്ഷേ നമുക്ക് ഈ പറയുന്ന ഒരു പ്രാധാന്യത്തോടു കൂടി പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഭരണഘടനയിൽ എന്തു തന്നെ പറഞ്ഞിരുന്നാലും ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ആൾ അല്ലെങ്കിൽ ഭരണഘടനാപരമായ അധികാരങ്ങളെല്ലാം കൂടുതലുള്ളത് ആർക്ക് തന്നെയാണ്? പ്രധാനമന്ത്രിക്ക് തന്നെയാണ്. നമ്മൾ പറഞ്ഞു രാഷ്ട്രപതി എന്ന് പറയുമ്പോൾ ഒരുപാട് വിശേഷണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ ആ വിശേഷണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ എക്സിക്യൂട്ടീവ് ഹെഡാണ്, ഭരണത്തലവനാണ്, രാഷ്ട്രത്തലവനാണെന്നുള്ള വിശേഷണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ രാഷ്ട്രപതിക്കുള്ള അധികാരം എന്ന് പറയുന്നത് നാമമാത്രമായ അധികാരമാണ് അല്ലെ, പേരിന് മാത്രമുള്ള അധികാരമാണെന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ ഏറ്റവും നല്ല അധികാരം, ഭരണഘടനാപരമായ കംപ്ലീറ്റ് അധികാരങ്ങളും ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? പ്രധാനമന്ത്രിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇന്ത്യൻ ഭരണഘടന പ്രകാരം കേന്ദ്ര ഗവൺമെന്റിന്റെ തലവൻ എന്ന് അറിയപ്പെടുന്നത് ആര് തന്നെയാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. നമ്മൾ അതിനെ പറയുന്നത് ഡിഫാക്റ്റോ ഹെഡ് എന്നാണ്. നമ്മളോട് ചിലപ്പോൾ ചോദിക്കാം, എങ്ങനെ ചോദിക്കാം? ഡിഫാക്റ്റോ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? രാഷ്ട്രപതി എന്ന ഓപ്ഷനിൽ ഉണ്ടായിരിക്കും, പ്രധാനമന്ത്രി എന്നുണ്ടായിരിക്കും, ഗവർണർ എന്നുണ്ടായിരിക്കും, വൈസ് പ്രസിഡന്റ് എന്നുണ്ടായിരിക്കും. അപ്പൊ ആരാണ് ഡിഫാക്റ്റോ ഹെഡ്? ഡിഫാക്റ്റോ ഹെഡ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. പ്രസിഡന്റ് ആരാണപ്പോ? ഡീജ്വർ ഹെഡാണ്. ഡീജ്വർ ഹെഡാണ് പ്രധാനമന്ത്രി. അതായത് ഡീജ്വർ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? നാമമാത്രമായിട്ടുള്ള തലവനാണ് ഡീജ്വർ ഹെഡ്. ആരാണ് ഡീജ്വർ ഹെഡ്? പ്രസിഡന്റ് ആണ്. പ്രസിഡന്റിന് എപ്പോഴും നാമമാത്രമായ അധികാരമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രസിഡന്റിനെ ഡീജ്വർ ഹെഡ് എന്നും പ്രധാനമന്ത്രി എന്തെന്ന് പറയുന്നു? ഡിഫാക്റ്റോ ഹെഡ്. കേന്ദ്ര ഗവൺമെന്റിന്റെ തലവൻ എന്ന ഭരണഘടനയിൽ പരാമർശിക്കുന്നത് ആരെയാണ്? പ്രധാനമന്ത്രിയെ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. പ്രധാനമന്ത്രിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് എത്രയാണ്? ആർട്ടിക്കിൾ 74. ഇനി ആർട്ടിക്കിൾ 75 വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 75 പറയുന്നത് എന്താണ്? പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 75. പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ആര്? പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്, രാഷ്ട്രപതിയാണ്. പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ് അല്ലെങ്കിൽ രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള മന്ത്രിമാരെ നിയമിക്കുന്നത് മന്ത്രിസഭയുടെ തലവനാണ് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു. അപ്പൊ കേന്ദ്ര മന്ത്രിസഭയിലെ ബാക്കിയുള്ള മന്ത്രിമാരെ നിയമിക്കുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രപതി തന്നെയാണ്. ഓക്കെ, പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ മറ്റു മന്ത്രിമാരെ നിയമിക്കുന്നത്, നമ്മൾ കേന്ദ്ര മന്ത്രിസഭയും കൂടെ ചേർത്താ പറയുന്നത്. അപ്പോൾ മറ്റു മന്ത്രിമാരെ നിയമിക്കുന്നതും പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രപതി തന്നെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. മറ്റു മന്ത്രിമാരെ നിയമിക്കുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രപതി തന്നെയാണ്. ആരുടെ ഉപദേശപ്രകാരം? പ്രധാനമന്ത്രിയുടെ
ഉപദേശപ്രകാരം, പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് മറ്റു മന്ത്രിമാരെ ആര് നിയമിക്കുന്നത്? പ്രസിഡന്റ് നിയമിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പോൾ ഒരു മന്ത്രിസഭയിൽ മന്ത്രിമാർ ആരൊക്കെയാവണം, അവരുടെ വകുപ്പുകൾ എന്തൊക്കെയാവണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഒരു മന്ത്രിസഭയിലെ മന്ത്രിമാർ ആരൊക്കെയാണ്, ആ മന്ത്രിമാർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകൾ നൽകണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. അതേപോലെ മന്ത്രിസഭാ യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നതും ആര് തന്നെയാണ്? മന്ത്രിസഭാ യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നതും ആര് തന്നെയാണ്? പ്രധാനമന്ത്രി തന്നെയാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വകുപ്പാണ് നിയമനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 75 എന്ന് പറഞ്ഞു. അതിൽ ആർട്ടിക്കിൾ 75 1 പറയുന്നത് എന്താണ്? 75(1) പറയുന്നത് 1A പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മന്ത്രിസഭയിലെ ആകെ മന്ത്രിമാരുടെ എണ്ണം പ്രധാനമന്ത്രി ഉൾപ്പെടെ ലോക്സഭയിലെ ആകെ അംഗങ്ങളുടെ 15% കൂടുതലാകാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 75(1)A എന്ന് പറയുന്ന ആർട്ടിക്കിൾ. എന്താണ് പറയുന്നത്? മന്ത്രിസഭയിലുള്ള ആകെ മന്ത്രിമാരുടെ എണ്ണം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ഉൾപ്പെടെ ലോക്സഭയിലെ അംഗങ്ങളുടെ 15% കൂടുതലാവാൻ പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 75(1)A അപ്പോൾ ഈ ഒരു മാറ്റം കൊണ്ടുവന്നത്, ഈ 15% കൂടുതലാവാൻ പാടില്ല എന്ന് പറയുന്ന മാറ്റം കൊണ്ടുവന്നത് ഒരു ഭേദഗതിയിലൂടെയാണ്. 2003 91 ഭേദഗതിയിലൂടെ 2003 ഭേദഗതിയിലൂടെ കൊണ്ടുവന്ന മാറ്റമാണ് മന്ത്രിസഭയിലെ ആകെ മന്ത്രിമാരുടെ എണ്ണം പ്രധാനമന്ത്രി ഉൾപ്പെടെ, ആകെ മന്ത്രിമാർ എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ ആകെ അംഗങ്ങളുടെ 15% കൂടാൻ പാടുള്ളതല്ല എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ 75(1)A, അത് കൊണ്ടുവന്ന ഭേദഗതി ചോദിച്ചു കഴിഞ്ഞാൽ 2003 91 ഭേദഗതി എന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ് 75(2). വകുപ്പ് 75(2) പറയുന്നത് എന്താണ്? കാലാവധിയെ കുറിച്ചാണ്. പ്രസിഡന്റിന്റെ കാലാവധിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 75(2). അപ്പൊ പൊതുവെ പറയുകയാണെങ്കിൽ നിയമനം, കാലാവധി, ഇതിനെല്ലാം കുറിച്ച് പറയുന്നത് 75-ലാണ്. ഓക്കെ, അപ്പൊ കൂട്ടുത്തരവാദിത്തത്തെ കുറിച്ച് ഇതെല്ലാം 75-ലാണ്. അപ്പൊ അതിൽ ഓരോ സബായിട്ടാണ് വരുന്നത്. 75(1) നമ്മൾ പറഞ്ഞു മന്ത്രിസഭയിലെ ആകെ മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ അംഗങ്ങളുടെ 15% കൂടാൻ പാടില്ല. ഇനി 75(2) പറയുന്നത് എന്താണ്? കാലാവധി. പ്രധാനമന്ത്രിയുടെ കാലാവധി എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടില്ല, നോട്ട് ഡിഫൈൻഡ് ആണ്. ആർക്ക് തീരുമാനിക്കാം? പ്രസിഡന്റിന് താല്പര്യമുള്ളിടത്തോളം കാലമാണ്. ഓക്കെ, പ്രസിഡന്റിന് താല്പര്യമുള്ളിടത്തോളം കാലം പ്രധാനമന്ത്രിക്ക് ആ ഒരു ഉദ്യോഗം വഹിക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഭരണഘടനയിൽ ഒരിക്കലും പ്രധാനമന്ത്രിയുടെ കാലാവധി ഇത്ര വർഷം എന്ന് പറഞ്ഞ് പ്രതിപാദിക്കുന്നില്ല. പ്രസിഡന്റിന് താല്പര്യമുള്ളിടത്തോളം കാലം വഹിക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പറയും ലോക്സഭയുടെ വിശ്വാസമുള്ളതുവരെ പരമാവധി 5 കൊല്ലത്തോളം പ്രധാനമന്ത്രി ആയിരിക്കാം എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ഭരിക്കുന്ന കക്ഷിക്ക് ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ളിടത്തോളം കാലം 5 വർഷം വരെ പ്രധാനമന്ത്രി ആയിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് എന്താണ്? നോട്ട് ഡിഫൈൻഡ് എന്നുള്ളതാണ് നിങ്ങളുടെ ആൻസർ കേട്ടോ. പ്രധാനമന്ത്രിയുടെ കാലാവധിയെക്കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു ലോക്സഭയുടെ വിശ്വാസമുള്ളത് വരെ. അപ്പൊ അവിടെ നമുക്ക് അടുത്തൊരു പോയിന്റ് കിട്ടി. 75(3) പറയുന്നതാണ് കൂട്ടുത്തരവാദിത്തത്തെ കുറിച്ച്. അതായത് കേന്ദ്രമന്ത്രിമാർ അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തം ആരോടാണ്? ലോക്സഭയോടാണ്. ജനങ്ങളുടെ സഭ എന്നറിയപ്പെടുന്ന ലോക്സഭയോടാണ് കേന്ദ്രമന്ത്രിമാർക്ക് അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തം ഉള്ളത് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ കേന്ദ്ര മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തം ആരോടാണ്? ലോക്സഭയോടാണ്. ലോക്സഭയുടെ വിശ്വാസം ഉള്ളിടത്തോളം കാലം മന്ത്രിമാരായിട്ടിരിക്കാം എന്നുള്ളതാണ്. അപ്പൊ കേന്ദ്ര മന്ത്രിസഭയ്ക്ക് ലോക്സഭയോടാണ് കൂട്ടുത്തരവാദിത്തം എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കാം കേട്ടോ.
ഈ കൂട്ടുത്തരവാദിത്തം എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? കൂട്ടുത്തരവാദിത്തം എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടന്റെ കയ്യിൽ നിന്നുമാണ് കൂട്ടുത്തരവാദിത്തം എന്ന് പറയുന്ന ആശയം കടമെടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 75 തന്നെ 4 പറയുന്നത് എന്താണ്? പ്രധാനമന്ത്രിയുടെയും മന്ത്രിസഭാ അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞയെ കുറിച്ചാണ്. പ്രധാനമന്ത്രിയുടെയും മന്ത്രിസഭാ അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 75(4) അപ്പൊ നമ്മളിവിടെ പ്രധാനമന്ത്രിയുടെ കാര്യം മന്ത്രിസഭയുടെ കാര്യം പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു. അപ്പൊ അതെല്ലാം ഒരുമിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. 75(4) പറയുന്നത് എന്താണ്? പ്രധാനമന്ത്രിയുടെയും മന്ത്രിസഭാംഗങ്ങളുടെയും സത്യപ്രതിജ്ഞയെക്കുറിച്ച്. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞല്ലോ. സത്യപ്രതിജ്ഞ ചെയ്യുന്നതും ആരുടെ മുമ്പിലാണ്? പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നതും പ്രസിഡന്റിന്റെ മുമ്പിലാണ്. പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പിലാണ്? പ്രസിഡന്റിന്റെ മുമ്പിലാണ്. അങ്ങനെയാണെങ്കിൽ കേന്ദ്രമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പിലാ? കേന്ദ്രമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും പ്രസിഡന്റിന്റെ മുമ്പിലാണ്. അപ്പൊ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രസിഡന്റിന്റെ മുമ്പിൽ, കേന്ദ്രമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും ആരുടെ മുമ്പിലാണ്? പ്രസിഡന്റിന്റെ മുമ്പിലാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, അതായത് ലോക്സഭയിലോ, അതായത് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞല്ലോ, പ്രധാനമന്ത്രിയാകുന്ന ഒരാള് ലോക്സഭയിലോ അംഗമാവണം. പ്രധാനമന്ത്രിയാകുന്ന ആള് രാജ്യസഭയിലോ ലോക്സഭയിലോ അംഗമാവണം. ഇനി സപ്പോസ് ഈ ആള് തെരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് അംഗമായിട്ടില്ല എന്ന് വിചാരിക്കാം, അതുകൊണ്ട് ഇഷ്യൂ ഒന്നുമില്ല. തെരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് പ്രധാനമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് അംഗമായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞ് 6 മാസത്തിനകമെങ്കിലും അംഗമാവണം എന്ന് പറയുന്നുണ്ട്. എത്ര മാസത്തിനകമാണ്? ഇമ്പോർട്ടന്റ് ആണ്, 6 മാസത്തിനകം. അപ്പൊ പ്രധാനമന്ത്രി ആവുന്ന ആള് രാജ്യസഭയിലോ ലോക്സഭയിലോ അംഗമാവണം എന്നത് നിർബന്ധമാണ്. പക്ഷെ തെരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് അംഗമായിരിക്കണം എന്ന് നിർബന്ധമില്ല. തെരഞ്ഞെടുക്കപ്പെട്ട് 6 മാസത്തിനകമെങ്കിലും അംഗമായാൽ മതി. പക്ഷെ അംഗമായിരിക്കണം. ഇനി അംഗമായിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? മന്ത്രി പദവി നഷ്ടപ്പെടും. പ്രധാനമന്ത്രിക്കാണെങ്കിലും ശരി, മറ്റു മന്ത്രിമാർക്കാണെങ്കിലും ശരി, ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭയിൽ അംഗമായിരിക്കണം. ഇനി തെരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് അംഗമായിട്ടില്ലെന്നുണ്ടെങ്കിൽ 6 മാസത്തിനകം അംഗമാവണം. അങ്ങനെ അംഗമായിട്ടില്ലെങ്കിൽ അവരുടെ പദവി നഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കുക, 6 മാസത്തിനകം ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭയിൽ അംഗമായിരിക്കണം എന്നുള്ളത്. ഇനി നമ്മൾ രാജിക്കത്ത് സമർപ്പിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, സത്യപ്രതിജ്ഞ പറഞ്ഞു. രാജിക്കത്ത് സമർപ്പിക്കുന്നത് പ്രധാനമന്ത്രി രാജിക്കത്ത് സമർപ്പിക്കുന്നത് പ്രസിഡന്റിനാണ്. ഓക്കെ, അപ്പൊ പ്രധാനമന്ത്രി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? പ്രസിഡന്റിനാണ് രാജിക്കത്ത് സമർപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണല്ലോ. അപ്പൊ നമ്മളെ നിയമിക്കുന്ന ഒരാളുടെ കയ്യിലേ നമ്മൾ രാജി സമർപ്പിക്കുള്ളൂ. അങ്ങനെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, കാണാതെ പഠിക്കുകയൊന്നും വേണ്ട. നമ്മളെ ഒരാൾ ജോലിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഒരാളെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ജോലി വേണ്ടെന്നും പറഞ്ഞ് രാജി കൊടുക്കുന്നത് ആരുടെ മുമ്പിലായിരിക്കും? ആ നിയമിച്ച ആൾക്കായിരിക്കും. അപ്പൊ ഇവിടെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. സോ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? പ്രസിഡന്റിനാണ്. ഇനി കേന്ദ്രമന്ത്രിമാർ ആർക്കാണ് രാജിക്കത്ത് സമർപ്പിക്കുന്നത്? അതും പ്രസിഡന്റിനാണ്. നമ്മൾ കേന്ദ്രമന്ത്രിസഭയും ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ പ്രധാനമന്ത്രി രാജിക്കത്ത് സമർപ്പിക്കുന്നത് പ്രസിഡന്റിന്, കേന്ദ്രമന്ത്രിമാർ രാജിക്കത്ത് സമർപ്പിക്കുന്നത് പ്രസിഡന്റിന് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ആപ്പ് ലോഞ്ച് ചെയ്ത വിവരം എല്ലാവരും അറിഞ്ഞു കാണും. PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന പേരിലുള്ള നമ്മുടെ സ്വന്തം ആപ്പാണ്. പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇപ്പോ ലോഞ്ച് ചെയ്തിരിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് ബുക്ക് എന്ന് പറയുന്നത് PSCയുടെ ഹോട്ട് ടോപ്പിക്സിന്റെ ബുക്ക് ആണ്. നമ്മളിപ്പോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത് PSC റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ടോപ്പിക്സ് കണ്ടെത്തുന്നതാണ് ഹോട്ട് ടോപ്പിക്സ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള 136ഓളം ഹോട്ട് ടോപ്പിക്സ് അടങ്ങുന്ന ബുക്കാണ് നമ്മുടെ ആപ്പിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെറും 199 രൂപയ്ക്കാണ്. കുറെ പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, കുറെ എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ 199 രൂപയ്ക്കാണ് നമ്മൾ ഈ 136ഓളം ഹോട്ട് ടോപ്പിക്സ് വരുന്ന ബുക്ക് കൊടുക്കുന്നത്. അപ്പൊ ബുക്ക് നിങ്ങൾക്ക് ഓൺലൈനായും ഓഫ്ലൈനായും വായിച്ചു പഠിക്കാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഓഡിയോ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, കേട്ടു പഠിക്കാവുന്നതാണ്. ജോലി തിരക്കുകൾക്കിടയിലോ ബസ് യാത്രക്കിടയിലോ ഡ്രൈവിങ്ങിനിടയിലോ ഒക്കെ നിങ്ങൾക്ക് കേട്ടു പഠിക്കാനുള്ള സൗകര്യമുണ്ട്.
ഓക്കെ അല്ലേ? അപ്പൊ 199 രൂപയുള്ളൂ. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആപ്പിനെ കുറിച്ചുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദേ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി. ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിന്റെ നമ്പർ ആണ്. അപ്പൊ ഇതിലേക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ട്സ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും കേട്ടോ. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, നിങ്ങൾ ഈ 199 രൂപ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാലും പിന്നീട് ഇനി നടക്കുന്ന പരീക്ഷകളിലൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ഹോട്ട് ടോപ്പിക്സ് ഉണ്ടല്ലോ, അത് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. 136 എന്നുള്ള നമ്പേഴ്സ് കൂടും. ഓക്കെ, ഹോട്ട് ടോപ്പിക്സ് ഇനി വീണ്ടും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ടോപ്പിക്സ് പുതിയതായിട്ട് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ആഡ് ഓൺ ആവും. നിങ്ങൾക്ക് അതിൽ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ? പിന്നെ കുറെ പേര് iOS അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നിലവിൽ ആൻഡ്രോയിഡിൽ മാത്രമേ ഉള്ളൂ. iOS എന്നുള്ളത് നിലവിൽ വർക്കിങ്ങിലാണ് കേട്ടോ. അപ്പൊ അത് ഉടനെ തന്നെ അപ്ഡേറ്റ് ആവും, അത് നിങ്ങളെ അറിയിക്കാം. പിന്നെ നമ്മുടെ ആപ്പില് എല്ലാ സൺഡേ, ഓക്കെ, എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ യൂട്യൂബിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സിൽ നിന്നുള്ള ടെസ്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എല്ലാ സൺഡേസും നമ്മൾ അപ്ലോഡ് ചെയ്യും. പിന്നെ എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് വീക്ക് 1 വീക്ക് 2 എന്ന് പറഞ്ഞിട്ട് അവിടെ ടെസ്റ്റ് കിടപ്പുണ്ടാവും. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഒരു പരീക്ഷ പോലെ ക്വിസിൽ തെറ്റിയ സാധനങ്ങൾ ശരിയായിട്ടുണ്ടോ അല്ലെങ്കിൽ തെറ്റിയത് ഏതാണെന്നുള്ളത് അറിയാനുള്ളതും നമ്മൾ വർക്കിങ്ങിലാണ്. അതും ഉടനെ തന്നെ അപ്ഡേറ്റ് ആകും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ തെറ്റിച്ച ചോദ്യം ഏതാണ്, അതിന്റെ ശരിയുത്തരം എന്താണെന്നുള്ളതും കൂടെ അറിയാനുള്ള ഓപ്ഷനും കൂടെ ഉടനെ തന്നെ വരുന്നതാണ്. ഓക്കെ അല്ലേ? കുറെ പേര് നമുക്ക് എൻക്വയറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊന്ന് പറഞ്ഞത്. വേറെ ഫോണിൽ നിന്ന് ക്യാഷ് അടയ്ക്കാൻ പറ്റും കേട്ടോ, അതർ പേയ്മെന്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി. അപ്പൊ എങ്ങനെയാണ് അത് പേയ്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ അല്ലേ? SCERT ടെക്സ്റ്റ് അടുത്തത് നമ്മുടെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന പുസ്തകം എന്ന് പറയുന്നത് ന്യൂ SCERT ആണ് കേട്ടോ. ന്യൂ SCERT കറണ്ട് അഫയേഴ്സും ആണ്. അപ്പൊ അതിൽ ന്യൂ SCERTയുടെ പുസ്തകം നമ്മൾ കമ്മിങ് സൂൺ എന്ന് ഇട്ടിട്ടുണ്ട്. ഓൺ വർക്കിങ്ങിലാണ്. അപ്പൊ എന്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ ന്യൂ SCERTയുടെ പണിയൊക്കെ നടക്കുന്നത്. കുറച്ച് വൈകിയാലും ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുവേ എന്ന് പറയുന്നത് പോലെ കുറച്ച് വൈകിയാലും നിങ്ങൾക്ക് നല്ല കണ്ടന്റ് നിങ്ങൾക്ക് തരണം എന്നുള്ളതാണ്. 5 മുതൽ 10 വരെയുള്ള ബേസിക് സയൻസും സോഷ്യൽ സയൻസും ഒരുമിച്ചുള്ള ഒരു ബുക്കായിരിക്കും. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഇതേപോലെ തന്നെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലായിരിക്കും നമ്മൾ നൽകുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. കുറച്ച് വൈകിയാലും, നല്ല വൈകത്തില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ഇറക്കും. അപ്പൊ എന്തായാലും ഇറങ്ങുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബുക്കായിരിക്കും നിങ്ങൾക്ക് എന്തായാലും കിട്ടുക, കണ്ടന്റ് വൈസ് നോക്കുമ്പോൾ. ഓക്കെ, നമ്മുടെ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സും കണ്ടന്റും എന്നുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള ഒരു ബുക്കായിരിക്കും. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്ത് കാണാം. ഓക്കെ അല്ലേ? അപ്പൊ പർച്ചേസ് ചെയ്തിട്ടില്ലാത്തവരെ ഹോട്ട് ടോപ്പിക്സിന്റെ ഈ ബുക്ക് പർച്ചേസ് ചെയ്തോളൂ. 199 രൂപയ്ക്ക് തീർച്ചയായിട്ടും വർത്ത് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുള്ളവര് നിങ്ങളുടെ കമന്റ്സ് കേട്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ പറയുന്ന ക്ലാസിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ പുതുതായിട്ട് വരുന്നവർക്ക് ഈ അഭിപ്രായങ്ങളൊക്കെ നോക്കി റിവ്യൂസ് ഒക്കെ, അതുപോലെ പ്ലേ സ്റ്റോറിൽ റിവ്യൂസ് ഇടുക. അപ്പൊ നിങ്ങൾക്ക് ആ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് പ്രധാനമന്ത്രിയുടെ കുറച്ച് വിശേഷണങ്ങൾ ഓർത്തിരിക്കാനായിട്ടുണ്ട്. ആദ്യത്തേത്, ക്യാബിനറ്റിന്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത്, ക്യാബിനറ്റിന്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ്. ഓക്കെ, ക്യാബിനറ്റിന്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിക്കാം. ക്യാബിനറ്റിന്റെ ആണിക്കല്ല് എന്ന് പ്രധാനമന്ത്രിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ലോർഡ് മോർലിയാണ്. ലോർഡ് മോർലിയാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് കേട്ടോ. ക്യാബിനറ്റിന്റെ ആണിക്കല്ല് എന്ന് പ്രധാനമന്ത്രിയെ വിശേഷിപ്പിച്ചത് ലോർഡ് മോർലിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അടുത്ത ഒരു വിശേഷണമാണ് പ്രകാശം കുറഞ്ഞ നക്ഷത്രങ്ങൾക്കിടയിലെ പൂർണ്ണചന്ദ്രൻ, എ മൂൺ എമംഗ് ലെസർ സ്റ്റാർ. എന്താണ്? പ്രകാശം കുറഞ്ഞ നക്ഷത്രങ്ങൾക്കിടയിലെ, പ്രകാശം കുറഞ്ഞ നക്ഷത്രങ്ങൾക്കിടയിലെ പൂർണ്ണചന്ദ്രൻ, നക്ഷത്രങ്ങൾക്കിടയിലെ പൂർണ്ണചന്ദ്രൻ എന്ന് പ്രധാനമന്ത്രിയെ വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്യം വെർണർ ഹാർക്കോർട്ടാണ് കേട്ടോ. വില്യം വെർണർ ഹാർക്കോർട്ടാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രകാശം കുറഞ്ഞ നക്ഷത്രങ്ങൾക്കിടയിലെ പൂർണ്ണചന്ദ്രൻ എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ്. അങ്ങനെ വിശേഷിപ്പിച്ചത് വില്യം വെർണർ ഹാർക്കോർട്ടാണ്. ഇനി മറ്റൊരു വിശേഷണമാണ് മന്ത്രിമാരാകുന്ന ഗ്രഹങ്ങൾ ഭ്രമണം ചെയ്യുന്ന സൂര്യൻ. മന്ത്രിമാരാകുന്ന ഗ്രഹങ്ങൾ
ഭ്രമണം ചെയ്യുന്ന സൂര്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ്. അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? ജെന്നിങ്സ് ആണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. മന്ത്രിമാരാകുന്ന ഗ്രഹങ്ങൾ ഭ്രമണം ചെയ്യുന്ന സൂര്യൻ എന്ന് വിശേഷിപ്പിച്ചത് ജെന്നിങ്സ് ആണ്. ഇനി ഗവൺമെന്റിന്റെ അച്ചാണി എന്ന് വിശേഷിപ്പിച്ചത് പ്രധാനമന്ത്രിയെ ഗവൺമെന്റിന്റെ അച്ചാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ആണ്. ഗവൺമെന്റിന്റെ അച്ചാണി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. അതേപോലെ രാഷ്ട്രമാകുന്ന കപ്പലിന്റെ കപ്പിത്താൻ എന്ന് പ്രധാനമന്ത്രിയെ വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ മൺട്രോയാണ്. മൺട്രോയാണ് രാഷ്ട്രമാകുന്ന കപ്പലിന്റെ കപ്പിത്താൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അതുപോലെ ഗവൺമെന്റ് രാജ്യത്തിന്റെ യജമാനനാണ്. പ്രധാനമന്ത്രി ഗവൺമെന്റിന്റെ യജമാനനാണ്. ഗവൺമെന്റ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ യജമാനൻ. എന്നാൽ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആരാണ്? ഗവൺമെന്റിന്റെ യജമാനനാണ്. പ്രധാനമന്ത്രി ഗവൺമെന്റിന്റെ യജമാനനാണ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ HRG ഗ്രീവസ് ആണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാബിനറ്റിന്റെ ആണിക്കല്ല് എന്ന് വിശേഷിപ്പിച്ചത് ലോർഡ് മോർലിയാണ്. പ്രകാശം കുറഞ്ഞ നക്ഷത്രങ്ങൾക്കിടയിലെ പൂർണ്ണചന്ദ്രൻ എന്ന് പ്രധാനമന്ത്രിയെ വിശേഷിപ്പിച്ചത് വില്യം വെർണർ ഹാർക്കോട്ട്. മന്ത്രിമാരാകുന്ന ഗ്രഹങ്ങൾ ഭ്രമണം ചെയ്യുന്ന സൂര്യൻ എന്ന് വിശേഷിപ്പിച്ചത് ജെന്നിങ്സ്. ഗവൺമെന്റിന്റെ അച്ചാണി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. രാഷ്ട്രമാകുന്ന കപ്പലിന്റെ കപ്പിത്താൻ എന്ന് വിശേഷിപ്പിച്ചത് മൺട്രോ. ഗവൺമെന്റ് രാജ്യത്തിന്റെ യജമാനനാണ്, എന്നാൽ പ്രധാനമന്ത്രി ഗവൺമെന്റിന്റെ യജമാനനാണെന്ന് വിശേഷിപ്പിച്ചത് HRG ഗ്രീവസ് ആണ് എന്നുള്ളതും ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും വിശേഷണങ്ങൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പ്രധാനമന്ത്രിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട്, ഉപപ്രധാനമന്ത്രി. അപ്പോൾ ഈ ഉപപ്രധാനമന്ത്രിയെ കുറിച്ച് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും തന്നെ പ്രത്യേക പരാമർശമില്ലാത്ത ഒരു പദവിയാണ് ഉപപ്രധാനമന്ത്രി. അപ്പോൾ ഉപപ്രധാനമന്ത്രിയെ കുറിച്ച് ഭരണഘടനയിൽ പരാമർശിച്ചിട്ടില്ല. ഭരണഘടനയിൽ പരാമർശിക്കപ്പെടാത്ത ഒരു പദവിയാണ് ഉപപ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഇതുവരെ 7 പേരാണ് ഉപപ്രധാനമന്ത്രി പദവി വഹിച്ചിട്ടുള്ളത്. എത്ര ഉപപ്രധാനമന്ത്രിമാർ ഇതുവരെ നിലവിൽ ഉണ്ടായിട്ടുണ്ട്? 7 പേരാണ് ഇന്ത്യയിൽ ഇതുവരെ ഉപപ്രധാനമന്ത്രി പദവി വഹിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി ഏറ്റവും കൂടുതൽ കാലം ഉപപ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തിമാര് തന്നെയാണ് സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയാണ്. ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ഏറ്റവും കൂടുതൽ കാലം ഉപപ്രധാനമന്ത്രി ആയിരുന്നതും സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയാണ്. അതേപോലെ അദ്ദേഹത്തെ കുറിച്ച് ഒരു പോയിന്റും കൂടെ ഓർത്തിരിക്കുക, പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഉപപ്രധാനമന്ത്രിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി ഏറ്റവും കുറച്ചു കാലം ഉപപ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് YB ചവാൻ. അപ്പൊ ചവാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചാവുക എന്നുള്ള രീതിയിൽ അല്ലേ. അപ്പൊ ചാവുക എന്ന് പറയുമ്പോൾ കുറച്ചു കാലമല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. അപ്പൊ ഏറ്റവും കുറച്ചു കാലം ഉപപ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് YB ചവാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയിലെ ഏഴാമത്തെയും ഉപപ്രധാനമന്ത്രിയായിരുന്നു LK അദ്വാനി. ഏഴാമത്തെയും അവസാനത്തെയും ഉപപ്രധാനമന്ത്രി ആരാണ്? LK അദ്വാനിയാണ്. ഉപപ്രധാനമന്ത്രി ആയതിനു ശേഷം പ്രധാനമന്ത്രിയായ ഒരു വ്യക്തിയുണ്ട്. ഉപപ്രധാനമന്ത്രി ആയതിനു ശേഷം പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് മൊറാർജി ദേശായി ആണ് ഉപപ്രധാനമന്ത്രി ആയതിനു ശേഷം പ്രധാനമന്ത്രിയായിട്ടുള്ള വ്യക്തി. ഇനി ഉപപ്രധാനമന്ത്രി പദം രാജിവെച്ച ആദ്യത്തെ വ്യക്തി കൂടിയാണ് മൊറാർജി ദേശായി. കേട്ടോ, ഉപപ്രധാനമന്ത്രി പദം രാജിവെച്ച ആദ്യത്തെ വ്യക്തി കൂടിയാണ് മൊറാർജി ദേശായി എന്നുള്ളത് ഓർത്തിരിക്കാം.
ഇനി 2 പ്രധാനമന്ത്രിമാരുടെ കീഴിൽ ഉപപ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ദേവിലാൽ. അപ്പൊ രണ്ട് തവണ ഉപപ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? ദേവിലാലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി 2 ഉപപ്രധാനമന്ത്രിമാർ ഒരേ സമയം ഉണ്ടായിരുന്ന മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ മൊറാർജി ദേശായി ആണ്. ചരൺ സിംഗും ജഗ്ജീവൻ റാം 2 പേര് ഉപപ്രധാനമന്ത്രിയായിരുന്ന ഒരു മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത് മൊറാർജി ദേശായി ആണ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു 7 ഉപപ്രധാനമന്ത്രിമാരാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ആരൊക്കെയാണ്? 7 പേർ. നമ്മൾ പറഞ്ഞു ആദ്യത്തെ ആൾ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ് ആദ്യത്തേത്, ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത്, പദവിയിലിരിക്കെ അന്തരിച്ചത് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആള് മൊറാർജി ദേശായി ആണ് രണ്ടാമത്തെ ഉപപ്രധാനമന്ത്രി. 3 ചരൺ സിംഗ്. 4 ജഗ്ജീവൻ റാം. 5 വൈ ബി ചവാൻ. അപ്പൊ നമുക്ക് കുറച്ചു കാലം എന്നുള്ളത് ഓർമ്മ വരുന്നുണ്ടല്ലോ. ഇനി ദേവിലാലാണ് ആറാമത്തെ ആള് ദേവിലാല്. 7ാമത്തെയും അവസാനത്തെയും ആളാരാ? LK അദ്വാനി. 7ാമത്തെയും അവസാനത്തെയും ആളാണ് LK അദ്വാനി. ഇപ്പൊ ലാസ്റ്റ് എന്നുള്ളത് L-ലുണ്ട്. L ഫോർ ലാസ്റ്റ് എന്ന് ഓർത്താൽ മതി. ചാവുക എന്ന് പറയുമ്പോൾ കുറച്ചു കാലം എന്ന് ഓർക്കുക. അതുപോലെ ഏറ്റവും കൂടുതൽ കാലം സർദാർ വല്ലഭായ് പട്ടേൽ ഉരുക്കു മനുഷ്യൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഉരുക്കു മനുഷ്യനായതുകൊണ്ട് തന്നെ കുറേ കാലം ഉണ്ടായിരുന്നു എന്ന് ഓർത്താൽ മതി. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ ഏറ്റവും കൂടുതൽ കാലം, YB ചവാൻ കുറച്ചു കാലം, അവസാനം അല്ലെങ്കിൽ ലാസ്റ്റ് LK അദ്വാനി എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പ്രധാനമന്ത്രിയും മന്ത്രിസഭയെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പ്രധാനമന്ത്രിമാരെ കുറിച്ച് പഠിക്കാനുണ്ട്. അത് പിന്നൊരു ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നോട്ട് തയ്യാറാക്കിയിട്ട് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്